മഹാന്മാരുടെ മഖ്ബറ വിഗ്രഹമാണോ? എന്നാൽ മദീന ശരീഫിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ജാറമുണ്ടല്ലോ, മഖാമുണ്ടല്ലോ, അതേ ഹുജ്റത്തു ശരീഫ് ഉണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, അത് വിഗ്രഹമാണെന്ന് പറയാൻ ഈ കക്ഷികൾക്ക് കഴിയുമോ? തങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ലാതാകുമ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി മറ്റു പല തലങ്ങളിലേക്കും പോവുക എന്നുള്ളത് എന്നും ഇത്തരം ആളുകൾ കാണുന്ന ഒരു പ്രവണതയാണ്. ഈ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു കാര്യത്തിൽ ഇസ്ലാമികമാണോ അല്ലേ എന്ന് നോക്കാൻ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നത് പ്രമാണമാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഈ അനുബന്ധ പ്രമാണങ്ങളായി സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും. ഈ 4 പ്രമാണങ്ങളിൽ ഒന്നിൻ്റെ പോലും പിൻബലമില്ല. ഖബറുകൾ കെട്ടിയുയർത്താനും അവിടെ ജാതമുണ്ടാക്കാനും അവിടെ കുബ്ബ നിർമ്മിക്കാനും അവിടെ പോയി ഖബറാളിയോട് തേടാനും അവിടെ പോയി സുജൂദും തവാഫും റുക്കൂഉം അടക്കമുള്ള ഇബാദത്തുകൾ നിർവഹിക്കുവാനും ഇവിടേക്ക് നേർച്ച നേരുവാനും ഒന്നും ഈ 4 പ്രമാണങ്ങളിൽ ഒന്നിൻ്റെ പോലും പിൻബലമില്ല എന്ന് എല്ലാവരേക്കാൾ ഏറെ അറിയുക ഇത്തരം ഉസ്താദുമാർക്ക് തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. അപ്പോൾ അതിനവർ കണ്ടെത്തുന്ന വ്യത്യസ്തമായ ചില കുതന്ത്രങ്ങൾ, അതിൽപ്പെട്ട എന്നും ഉപയോഗിച്ചു പോകുന്നൊരു കുതന്ത്രമാണ് മദീനയിൽ പച്ചക്കുബ്ബയില്ലേ, നബിയുടെ ഖബറിന് മീതെ കുബ്ബയില്ലേ, സുദീഖ്ലാൻ ഖബറിന് മീതെ കുബ്ബയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഇതിനെ തെളിവാക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. 2 തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറ്. ഒന്ന്, ഈ പറച്ചിൽ കേട്ടാൽ തോന്നും ഈ പച്ചക്കുബ്ബയൊക്കെ നബി ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയതാണ്, സ്വഹാബിമാർ നിർമ്മിച്ചതാണ് എന്നൊക്കെയാണ് തോന്നിപ്പോവുക. ഒരിക്കലും അങ്ങനെയല്ല. അപ്പം നബിയുടെ കാലത്ത് നബിതങ്ങൾ തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ട് എൻ്റെ ഖബറിന് മീതെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് തെളിവാണ്. എന്നാൽ നബിതങ്ങളുടെ വചനങ്ങളിലെല്ലാം തിരിച്ചാണ് കാണുക. ഖബർ കെട്ടുയർത്താൻ പാടില്ല എന്നും ഉയർത്തപ്പെട്ട ഖബർ പൊളിച്ചു കളയാനും അത് ശപിക്കപ്പെട്ട കാര്യമാണ് എന്നും പരാമർശിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനെല്ലാം മറികടക്കാൻ വേണ്ടി ഈ ന്യായം കൊണ്ടുവരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ വിസ്മരിച്ചു പോകുന്ന യാഥാർത്ഥ്യം, ഈ കുബ്ബ തന്നെ ഉണ്ടായത് നബിതങ്ങളെ വഫാത്ത് കഴിഞ്ഞ് ഏകദേശം 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. ഹിജ്റ 11-ലാണല്ലോ നബിതങ്ങളെ വഫാത്ത്. അത് കഴിഞ്ഞ് 678-ലാണ് ഈ ഖബറിന് മീതെ ഒരു കുബ്ബ നിർമ്മിക്കപ്പെടുന്നത്. അഥവാ നബിതങ്ങളെ വഫാത്തിന് ശേഷം 667 കൊല്ലം പിന്നിട്ടതിന് ശേഷം അന്നത്തെ ചില ഭരണാധികാരികൾ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഒരു കുബ്ബ മാത്രമാണത്. അതുകൊണ്ട് തന്നെ ആ കുബ്ബക്ക് പ്രമാണങ്ങളുടെ ഒരു പിൻബലവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ നിർമ്മിച്ച കാലത്ത് നീലക്കുബ്ബയായിരുന്നു, പച്ചക്കുബ്ബയല്ല. ചരിത്രത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ അത് ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ അൽ കുബ്ബത്തു സർക്ക, നീലക്കുബ്ബ എന്നാണ് അന്നൊക്കെ പരാമർശിച്ചു പോരുന്നത്. ഉദാഹരണമായി മദീനയുടെ ചരിത്രം വിശദമായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വഫാഉൽ വഫ ബി അഖ്ബാരി അൽ മുസ്തഫ എന്ന പേരിലുള്ള 4 വാള്യങ്ങളുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, ചരിത്ര ഗ്രന്ഥമാണ്. മദീനയിലെ ഭവനങ്ങൾ, മദീന കിണറുകൾ, മദീനയിലെ പള്ളികൾ, സ്വഹാബത്തിൻ്റെ വീടുകൾ തുടങ്ങി ആ മദീനയുടെ ചരിത്രം വിശദമായി അദ്ദേഹം ക്രോഡീകരിച്ച 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥമാണ് വഫാഉൽ വഫ എന്ന് പറയുന്നത്. അല്ലാമ സുംഹൂദി റഹിമുള്ള എഴുതിയ ഗ്രന്ഥമാണ്. അതിൽ ഈ കുബ്ബയുമായി ബന്ധപ്പെട്ട് വിശദമായ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹമൊക്കെ ഹെഡിങ് കൊടുത്തു തന്നെ കുബ്ബത്തു സർക്ക, നീലക്കുബ്ബ എന്ന ഹെഡിങ്ങാണ്. അപ്പോൾ അന്ന് നീലയായിരുന്നു അർത്ഥം. 678 ഉണ്ടാകുന്ന കാലത്ത് നീലക്കുബ്ബയാണ്. പിന്നീട് ചരിത്രത്തിൽ 2 തവണ അതിന് കേടുപാടുകൾ സംഭവിച്ചു, തീപിടുത്തമുണ്ടായി, ആ കുബ്ബ പൂർണ്ണമായും തകർന്നു വീണും മദീന പള്ളി ഒന്നാകെ തീപിടുത്തമുണ്ടായ സംഭവങ്ങൾ വരെ ഇമാം സുംഹൂദി ഈ കിതാബിൽ പരാമർശിക്കുന്നുണ്ട്. ഹിജ്റ 12-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് പച്ചക്കുബ്ബയായിട്ട് മാറുന്നത്. 1100-കൾക്ക് ശേഷമാണ് അത് പച്ചക്കുബ്ബയായി മാറുകയും അവിടെ ചില കവിതകൾ എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പേരോട് ഉസ്താദിൻ്റെ ഈ സംസാരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ശേഷം അവിടെ ആ ഇസ്തിഹാസയുടെ വചനമുണ്ട്, അവിടെ കവിതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് ചില 1100-കൾക്ക് ശേഷം 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഭാഗത്തായിട്ടാണ് അവിടെ ഈ വരികളൊക്കെ എഴുതി വെക്കപ്പെടുകയും ചെയ്യുന്നത്. അല്ലാതെ നബിയോ സഹാബിമാരോ താബിഴീങ്ങളോ തമിഴ് താബികളോ മദ്ഹബിൻ്റെ ഇമാമികളുടെ കാലത്ത് പോലുമോ അങ്ങനെ ഒരു കുബ്ബയുമില്ല, അങ്ങനെ അവിടെ ആ സംവിധാനങ്ങൾ തന്നെ ഇല്ല. മാത്രവുമല്ല, ഈ സുംഹൂദിയുടെ കാലഘട്ടത്തിലാണ് മദീന പള്ളിക്ക് ഒന്നാകെ തീപിടുത്തമുണ്ടായത്. അന്ന് പള്ളിയുടെ മുഅദ്ദിൻ രാത്രി പോകുമ്പോൾ വിളക്ക് ഊതാൻ മറന്നുപോയി എന്നും രാത്രി ആ വിളക്ക് എലിയോ മറ്റോ വന്ന് തട്ടി മറിഞ്ഞു പോയി തീപിടുത്തമുണ്ടായി. ആ തീയൊന്നാകെ പടർന്ന് പന്തലിച്ച് മദീന പള്ളി പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യം 9-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ കുബ്ബ പൂർണ്ണമായും തകർന്നു, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കത്തി തകർന്ന് നശിച്ചു പോയി. പിന്നീട് പൂർണ്ണമായ ഒരു പുനർനിർമ്മാണമാണ് ഇവിടെ നടന്നത്. ആ കാലത്ത് അന്നത്തെ ഭരണാധികാരി എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി നബിയുടെ ഖബറും അതുമായി ബന്ധപ്പെട്ട പരിസരങ്ങളൊക്കെ ഇനി നിർമ്മിക്കുമ്പോൾ
എന്താണ് വേണ്ടത്, എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാ പണ്ഡിതന്മാരും വിളിച്ചുകൂട്ടി അവരെ കൊണ്ടൊക്കെ ആ സ്ഥലം നിന്ന് സന്ദർശിപ്പിച്ചു. അന്ന് അത് കാണാൻ പോയ ആൾ കൂടിയാണ് ഈ കിതാബ് എഴുതിയ ഇമാം സുംഹുദി. അദ്ദേഹം പറയുന്നുണ്ട്, കാലങ്ങളായി ആ ഖബർ കാണാനൊക്കെ അവസരം ഉണ്ടായിരുന്നില്ല, ഈ സമയത്ത് അവസരമുണ്ടായി, ഞാനും പോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു ചെന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഖബറുകളുടെ ഒരു ശേഷിപ്പ് പോലും കാണാൻ കഴിഞ്ഞില്ല. ഉയർത്തപ്പെട്ട ഖബറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തിനും ഒരു അടയാളം പോലും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞ അവിടെ ആ പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തായി ഒരല്പം ഉയർന്നു നിൽക്കുന്നുണ്ട്, അത് നബിയുടെ ഖബറിൻ്റെ ഭാഗമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എല്ലാ നബിയുടെ ഖബർ കുറച്ച് ഇപ്പുറത്താണ് വരിക. ആ ഉയർന്ന ഭാഗം സിദ്ദീഖുല്ലാഹിൻ്റെ ഖബറോ മുഹത്താബിൻ്റെ ഖബറൊക്കെ ആവാനേ സാധ്യതയുള്ളൂ എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അന്നൊന്നും അങ്ങനെ ഒരു ഉയർത്തപ്പെട്ട ഖബർ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. നബിയുടെ ഖബർ ഒരു കാലത്തും ഉയർത്തിയിട്ടില്ല. സ്വഹാബിമാർ പറയുന്നുണ്ട് നബിയുടെ ഖബർ എങ്ങനെയായിരുന്നുവെന്ന്. കണ്ട താബിഈങ്ങൾ പിന്നീട് പറയുന്നുണ്ട് അതെങ്ങനെയായിരുന്നുവെന്ന്. ഉദാഹരണമായി സിദ്ദീഖുല്ലാഹിൻ്റെ പേരക്കുട്ടി ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ, അബൂ സിദ്ദീഖിൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ ഖാസിം റഹിമഹുമുള്ള, അദ്ദേഹം ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബി ഉമ്മ എനിക്ക് നബിയുടെയും 2 കൂട്ടുകാരുടെയും ഖബറുകൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഫക്കശഫത്ത് ലി അൻ സലാസത്തി ഖുബൂർ, 3 ഖബറുകൾ എനിക്ക് എൻ്റെ അമ്മായിയായ ആയിഷ ബീവി കാണിച്ചു തന്നു. അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതുമല്ല, ഉയർത്തപ്പെട്ടതുമല്ല, മുഷറഫ വലാ ലാത്തിയ, ഉയർത്തപ്പെട്ടതുമല്ല നിരപ്പായി കിടക്കുന്നതുമല്ല, ബൽ റുഫിഅത് നഹ്വ മിൻ ശിബർ, ഒരു ചാണോളം ഉയർന്നതായി ഞാൻ കണ്ടു എന്നാണ്. ഒരു ചാൺ ഇങ്ങനെ ഒരു ചാണോളം, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ നഹ്വ അർബഇ അസ്വാബിഅ, 4 വിരലോളം, 4 വിരൽ ഇങ്ങനെ വെച്ചുള്ള ഹൈറ്റ്, അതാണ് ഒരു ചാണോളം എന്ന് പറഞ്ഞത്. ഈ ഉയരത്തിൽ ആ ഖബറുകൾ ഞാൻ കണ്ടുവന്ന് സിദ്ദീഖുല്ലാഹിൻ്റെ പേരക്കുട്ടി ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹും പഠിപ്പിച്ചതായി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. സമാനമായ പല ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നബിയുടെ ഖബർ ഒരു സ്വഹാബിമാർക്കും ജാറമാക്കി മാറ്റിയിട്ടില്ല, അവിടെ ഖുബ്ബ നിർമ്മിച്ചിട്ടില്ല. അല്ല അങ്ങനത്തെ ഒരു ഇസ്തിഗാസയുടെയോ ഒരു നേർച്ചയുടെയോ ഒരു ആരാധനയുടെയോ കേന്ദ്രമാക്കി അതിനെ മാറ്റിയിട്ടുമില്ല. മാത്രമല്ല നബിയുടെ ഖബർ പുറത്തു കൊണ്ടുപോയി മറവ് ചെയ്യാതിരിക്കാൻ പോലും കാരണം ഇത് പിന്നീട് ആരാധനാ കേന്ദ്രമായി മാറുമോ എന്ന ഭയമാണ് എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. നബി തങ്ങൾ വഫാത്തായപ്പോൾ ചർച്ച വന്നു, എവിടെ മറവ് ചെയ്യണം. ചിലർ പറഞ്ഞു നമുക്ക് ബക്കയിൽ കൊണ്ടുപോയി മറവ് ചെയ്യാം, ചിലർ പറഞ്ഞു മക്കയിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾ വന്നപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, നബി തങ്ങളുടെ മയ്യത്ത് ഞങ്ങൾ ഉള്ളിൽ തന്നെ മറവ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം വലാകിന്നഹു ഖശിയ ഔ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, ഭാവിയിൽ ഇതൊരു ആരാധനാ കേന്ദ്രമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയില്ല. വലൗലാ ദാലിക്, ആ ഭയമില്ലായിരുന്നുവെങ്കിൽ ലഉബരിസ ഖബറുഹു, ആ ഖബർ എല്ലാവർക്കും കാണാവുന്ന വിധം ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും ആക്കുമായിരുന്നു. അപ്പോൾ പുറത്തൊന്നും ആക്കാതെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ കാരണം അതൊരു ആരാധനാ കേന്ദ്രമായി മാറിക്കൂടാ എന്ന ജാഗ്രത കൊണ്ടാണ് എന്ന് ആയിഷ ബീവി പറയുന്ന ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ അന്ന് നബിയുടെ കാലത്തോ സ്വഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ ഇമാം ഷാഫിയുടെ കാലത്ത് പോലുമോ നബിയുടെ ഖബർ ഒരിക്കലും ഉയർത്തപ്പെട്ട സാഹചര്യമില്ല, അവിടെ ഖുബ്ബയില്ല, അവിടെ ദർഗയില്ല, ഒന്നുമില്ല. ഇന്നും നബിയുടെ ഖബർ കെട്ടുയർത്തപ്പെട്ടിട്ടില്ല. അത് നിരപ്പായി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ചാണോളം ഉയർന്നു കിടക്കുന്ന രൂപത്തിലാണ് ആ ഖബറുള്ളത്. എന്നാൽ പിന്നീട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 678 പള്ളിയുടെ മുകളിൽ ആ ഭാഗത്തൊരു ഖുബ്ബയുണ്ടായി, അത് നീല ഖുബ്ബയായിരുന്നു. അത് ഉണ്ടായതിനു ശേഷം 500 കൊല്ലം പിന്നെയും കഴിഞ്ഞിട്ടാണ് അത് പച്ചക്കുബ്ബയായി മാറുകയും അവിടെ പല കവിതകൾ എഴുതി വെക്കുകയും മാറി മാറി വന്ന രാജാക്കന്മാർ പലതും ചെയ്തിട്ടുണ്ടാവാം. അതൊന്നും ഇസ്ലാമിൽ പ്രമാണമായി സ്വീകരിക്കാവതല്ല. അത് കാണിച്ചുകൊണ്ടാണ് ഇതാണ് ഞങ്ങൾക്ക് ജാറമുണ്ടാക്കാൻ തെളിവ്, ഇതാണ് ഖബർ കെട്ടിയുയർത്താൻ തെളിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ കൊണ്ടുനടക്കുന്നത്. യഥാർത്ഥത്തിൽ 100 കണക്കായ ഹദീസുകളിൽ ഖബർ കെട്ടിയുയർത്താൻ പാടില്ല എന്നും വെടുപ്പുണ്ടാക്കാൻ പാടില്ല എന്നും കുമ്മായം ഇടാൻ പാടില്ല എന്നും അവിടെ ഇരിക്കാൻ പാടില്ല എന്നും തുടങ്ങിയ എത്ര വിരോധങ്ങളാണ് ഹദീസിൽ വന്നത്. ഇതിനെല്ലാം മറികടക്കാൻ ആകെപ്പെടുന്നത് 7-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു രാജാവിൻ്റെ പ്രവർത്തനവും 12-ാം നൂറ്റാണ്ടിൽ മറ്റൊരു രാജാവ് ചെയ്ത പിന്നീട് അഡീഷണലായി ചെയ്ത കാര്യങ്ങളും ഇതെങ്ങനെ ഇസ്ലാമിൻ്റെ പ്രമാണമായി മാറുക? അതുകൊണ്ട് ഇതൊരിക്കലും ദീനുമായി ബന്ധമുള്ള കാര്യമല്ല. ഇത് ഖബർ ആരാധനയ്ക്ക് ഒരു ന്യായവുമല്ല. ഈ നബിയുടെ ഖബർ ഇന്ന് പച്ചക്കുബ്ബയായാലും നബിയുടെ ഖബർ ഇന്ന് ഉയർത്തപ്പെട്ടാലും ഇന്ന് അവിടെ ആരെന്ത് ചെയ്താലും അതൊന്നും ദീനിൽ തെളിവായി സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.